Good morning all. Today we are starting our new chapter, IO organization, that is input output organization. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഈ സബ്ജക്റ്റിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്തുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ ഡിവൈസസ് ആണ്. നമുക്കറിയാം എന്തൊക്കെയാണ് പെരിഫറൽ ഡിവൈസസ് ആണ് നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഒരുപാട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്, മൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഔട്ട്പുട്ട് ഡിവൈസ് എന്തൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ. അപ്പോൾ നമ്മളെല്ലാം കുറച്ച് പെരിഫറൽ ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റത്തിനകത്ത് ഓരോ കാര്യങ്ങൾ പെരിഫറൽസും സിസ്റ്റം തമ്മിലുള്ള ഇൻട്രാക്ഷനും ഇൻ്റർഫേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കപ്പോൾ ഈ പറഞ്ഞ പെരിഫറൽ ഡിവൈസസ് ഡിസ്കസ് ചെയ്യാം. നോക്കാം. The input-output subsystem of a computer, referred as I/O, provides efficient mode of communication between the central system and the outside environment. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IO സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ സിസ്റ്റവും അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്സൈഡ് എൻവിറോൺമെൻറ്റ്സ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പെരിഫറൽ ഡിവൈസസും തമ്മിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സിസ്റ്റം ഇത്രയും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാലോ, നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ പോരും. കൂടുതലൊന്നും എന്താണ് അതിൻ്റെ ബാക്കിൽ നടക്കുന്നത്, അത്രയും എഫിഷ്യൻ്റായിട്ടൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോഴേക്കും ഔട്ട്പുട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ മാത്രം ഒരു IO ഓർഗനൈസേഷൻ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. Programs and data must be entered into computer memory for processing, and result obtained from the computation must be recorded or displayed for the user. ആദ്യം പ്രോഗ്രാംസും ഡാറ്റയൊക്കെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർക്ക് പാസ് ചെയ്ത് കൊടുക്കും. കമ്പ്യൂട്ടർ അത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഈ ഓരോ ടൈമിൽ നമ്മളിങ്ങനെ കീബോർഡ് വെച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇത്തരം റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട പ്രോഗ്രാംസൊക്കെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലാതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ റൺ ചെയ്യുമ്പോൾ വീണ്ടും പോയിട്ട് നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഡിലേ വരും, എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്ന ടൈമിൽ തന്നെ അത് മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ട് റിസൾട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ റിസൾട്ടും റെക്കോർഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദെൻ മോസ്റ്റ് ഫെമിലിയർ മീൻസ് ഓഫ് എൻറ്ററിങ് ഇൻഫർമേഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ ഈസ് ത്രൂ ടൈപ്പ്റൈറ്റർ ലൈക്ക് കീബോർഡ് ദാറ്റ് അലൗസ് എ പേഴ്സൺ ടു എൻ്റർ ആൽഫാന്യൂമറിക് ഇൻഫർമേഷൻ ഡയറക്ട്ലി. നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെരിഫറലിൻ്റെ പേരാണ് നമുക്കറിയാം കീബോർഡ്. കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? ആൽഫാന്യൂമറിക് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് പാസ് ചെയ്യുന്നത് കീബോർഡ് എന്ന് പേരുള്ള പെരിഫറൽ യൂസ് ചെയ്തിട്ടാണ്. എവറി ടൈം എ കീ ഈസ് ഡിപ്രസ് ദ ടെർമിനൽ സെൻസ് എ ബൈനറി കോഡ് ക്യാരക്ടർ ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ ഒരു കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ നിമിഷം ടെർമിനൽ എന്ത് ചെയ്യും? അതിൻ്റെ ബൈനറി കോഡ് ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും സിസ്റ്റത്തിനകത്തേക്ക്. നമ്മളിപ്പോൾ എ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി കോഡ് ഇൻഫർമേഷൻ എന്താണോ അതാണ് സിസ്റ്റത്തേക്ക് പാസ് ചെയ്യുക. The fastest possible speed for entering information this way depends on the person's typing speed. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ ആൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു പക്ഷേ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റേത് ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കും. കാരണം ഞാൻ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് കൊടുക്കുമ്പോൾ സിസ്റ്റം വെരി ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിയുന്ന നിമിഷം എക്സിക്യൂഷൻ നടക്കും. പക്ഷേ ഇയാളുടെ കേസിൽ അയാൾ വെരി സ്ലോ ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഴ്സണിൻ്റെ ടൈപ്പിംഗ് സ്പീഡാണ്. എൻ്റെ ടൈപ്പിംഗ് സ്പീഡോ അയാളുടെ ടൈപ്പിംഗ് സ്പീഡൊക്കെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. On the other hand, the central processing unit is an extremely fast device capable of performing operations at very high speed. നമുക്കറിയാം, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് നമ്മുടെ CPU എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് ഹൈ സ്പീഡിൽ എക്സിക്യൂഷൻ നടത്താൻ മാത്രം ക്യാപ്പബിലിറ്റി നമ്മുടെ സിസ്റ്റത്തിനകത്ത്, നമ്മുടെ CPUവിനകത്തുണ്ട്. പക്ഷേ ഡിലേ വരുന്ന എവിടെയാണ്? നമ്മൾ ടൈപ്പിംഗ് സ്പീഡിനനുസരിച്ചാണ് ഡിലേ വരുന്നത്. To use a computer efficiently, a large amount of programs and data must be prepared in advance and transmitted into storage mediums such as magnetic tapes or magnetic disk. Okay. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ പ്രോഗ്രാംസും ഡാറ്റയൊക്കെ ഓരോ ടൈമിലും നമ്മൾ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സ്ലോ പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ടൈമിൽ നമ്മൾ ഈ പ്രോഗ്രാംസ് എന്നല്ല, ഇനി ഒരു സിസ്റ്റം തുടങ്ങുമ്പോഴേയുള്ള പ്രോഗ്രാംസ് ആയാലും ശരി, നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിയുന്ന നിമിഷം നമ്മൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ, സ്റ്റോറേജ് മീഡിയംസ് ഒരുപാടുണ്ട്. മാഗ്നറ്റിക് ടേപ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്സും ഉണ്ട്.
അതിനകത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ലാർജ് എമൗണ്ട് ഓഫ് പ്രോഗ്രാംസും ഡാറ്റയൊക്കെ വരുമ്പോൾ നല്ല ലെങ്തിയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരം പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയും ഈസിയാണ്. The information in the disk is then transferred to computer memory at rapid rate. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ സി പി യുവിന് എപ്പോഴൊക്കെയാണ് അത് ആവശ്യം വരുന്നത്, സി പി യു എപ്പോഴൊക്കെയാണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നത്, ആ ടൈമിലൊക്കെ നമ്മളുടെ ഡിസ്ക് ആ ഇൻഫർമേഷന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും നമ്മളുടെ മെയിൻ മെമ്മറിക്കകത്ത്. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന മെയിൻ മെമ്മറിയാണ് മീൻ ചെയ്യുന്നത്. കാരണം സി പി യുനായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളവർക്കാണ് മെയിൻ മെമ്മറിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ മാഗ്നറ്റിക് ഡിസ്ക് ഡാറ്റനെ പിടിച്ചിട്ട് മെയിൻ മെമ്മറിക്ക് കൊടുക്കും, മെയിൻ മെമ്മറി പിടിച്ചിട്ട് സി പി യു കൊടുക്കും. ഓക്കെ. Result of programs are also transferred into high-speed storage such as disk, from which they can be transferred later into printer or to provide a printed output of results. അപ്പോൾ ഇതേപോലെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. റിസൾട്ട് വരുമ്പോഴേ അതേപോലെ നമ്മളുടെ ഡിസ്കിലേക്കും ടേപ്പിലേക്കും ഏതാ നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഡിവൈസ് സ്റ്റോറേജ് ഡിവൈസ് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്ററായിട്ട് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്തും എടുക്കാം. ഇനി അതിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ ഓരോ ടൈമിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെക്കും, ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ ഇത്രയും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മെമ്മറി കംപ്ലീറ്റ് ആവില്ലേ, ഫില്ലാവില്ലേ. കംപ്ലീറ്റ് ഫുള്ളായാൽ നമ്മുടെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കുറേ കാലം യൂസ് ചെയ്യാതെ കിടക്കുന്ന ഡാറ്റ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യും. അതില്ലെങ്കിൽ ഇനി കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനില്ലാത്ത ഡാറ്റയാണെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യും. അതേപോലെ ഫിഫോ മെത്തേഡിൽ റിമൂവ്, അങ്ങനെ ഒരുപാട് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് നമുക്കുണ്ട്. കമ്പ്യൂട്ടർ ഓൾറെഡി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ റിമൂവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് പുതിയ ഡാറ്റ വരുമ്പോൾ ഇഷ്യൂ ഇല്ല, പുതിയ സ്റ്റോർ ചെയ്യാനും പ്രശ്നമില്ല. ഓക്കെ. സ്പീഡ് കൂടുതലുണ്ടോ ഞാൻ പറയുന്നത്, എനിക്കൊരു ഡൗട്ട്. കാരണം ഇതാണ് സംഭവങ്ങൾ സിമ്പിളായുള്ള കാര്യമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പെരിഫറൽ ഡിവൈസസ് ഇന്ന് തീർത്താലേ നമുക്ക് നാളെ ഇൻ്റർഫേസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്പീഡ് കൂടുതലാണോ നമുക്ക് ഡൗട്ടുണ്ട്. ഓക്കെ. എനിവേ നെക്സ്റ്റ് എന്താണ്? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞത്, കീബോർഡ് പറഞ്ഞു, മെമ്മറി പറഞ്ഞു. മെമ്മറിയിൽ ഏതൊക്കെയാണ് പറഞ്ഞു, മാഗ്നറ്റിക് ഡിസ്ക്, ടേപ്പൊക്കെ പറഞ്ഞു. നോക്കാം. ടേപ്പിനെ കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്, നോക്കട്ടെ കേട്ടോ. എനിവേ നെക്സ്റ്റ് എന്താണ്, ഡിവൈസസ് ദാറ്റ് ആർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ കമ്പ്യൂട്ടർ ആർ സെഡ് ടു ബി കണക്റ്റഡ് ഓൺലൈൻ. നമ്മൾ ഡിവൈസസ് സിസ്റ്റമായിട്ട് ഡയറക്റ്റ് കൺട്രോൾഡ് ആണെങ്കിൽ അതിനെ കണക്റ്റഡ് ഓൺലൈൻ എന്ന് പറയും. ദീസ് ഡിവൈസസ് ആർ ഡിസൈൻ ടു റീഡ് ഇൻഫർമേഷൻ ഇൻ ഓർ ഔട്ട് ടു ദ മെമ്മറി യൂണിറ്റ് അപ്പോൺ കമാൻഡ് ഫ്രം ദ സി പി യു ആൻഡ് ആർ കൺസിഡർഡ് ടു ബി പാർട്ട് ഓഫ് ദി ടോട്ടൽ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത്തരം ഡിവൈസസ് ഒക്കെ നമ്മൾ മെമ്മറി ആയിട്ട് ഇൻറ്ററാക്ഷൻസ് വരുന്നത്, മെമ്മറിയിൽ നിന്ന് സി പി യു റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കണം. സി പി യു റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനും മെമ്മറിക്ക് റൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഇത്തരം പെരിഫറൽ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ആർ ഓൾസോ കോൾഡ് പെരിഫറൽസ്. ഇത്തരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയാം. Among the most common peripherals are keyboards, display unit and printers. Peripherals that provide auxiliary storage for the system are magnetic disk type. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പെരിഫറൽസ് എന്തൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്, മൗസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതേപോലെ ഓക്സിലറി സ്റ്റോറേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഡിസ്കും മാഗ്നറ്റിക് ടേപ്പൊക്കെയാണ്. പെരിഫറൽസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസ് ഓഫ് സം കോംപ്ലക്സിറ്റി. പെരിഫറൽസ് നമ്മൾ ഇലക്ട്രോമെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസ് ഒക്കെയാണ്, നമ്മൾ ഇലക്ട്രോണിക്കൽ ഡിവൈസസ് ആണ് നമ്മൾ ഇത്തരം പെരിഫറൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ മോണിറ്റർ. വീഡിയോ മോണിറ്റേഴ്സ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പെരിഫറൽസ്. വീഡിയോ മോണിറ്റേഴ്സാണ് നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് കീബോർഡ് ആസ് ദ ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഡിസ്പ്ലേ യൂണിറ്റ് ആസ് ദ ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസായിട്ട് കീബോർഡിനെ പാസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ഡിസ്പ്ലേ യൂണിറ്റിനെ യൂസ് ചെയ്യും. There are different types of video monitors, but the most popular use of cathode ray tube. ഒരുപാട് ടൈപ്സ് ഓഫ് വീഡിയോ മോണിറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ CRT ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. CRT contains an electronic gun that sends an electronic beam to the phosphorescent screen in front of the tube. അത് എങ്ങനെയാണ് CRT ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇലക്ട്രോണിക് ഗണ്ണുണ്ട്, അതൊരു ഇലക്ട്രോണിക് ബീം നമ്മുടെ ഫോസ്ഫറസെൻറ്റ് സ്ക്രീനിലേക്ക് പാസ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ സ്ക്രീനിന് ഡിസ്പ്ലേ വരുന്നതെന്നാണ് പറയുന്നത്. ദ ബീം ക്യാൻ ബി ഡിഫ്ലക്റ്റ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഒരു പക്ഷേ ഹൊറിസോണ്ടലി ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കലി ആയിരിക്കും അത് ഡിഫ്ലക്റ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. A characteristic feature of display devices is a cursor that marks the position in the screen where the next character will be inserted. നെക്സ്റ്റ് ഈ ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേഴ്സറാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ
കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇങ്ങനെ കേഴ്സർ കാണാം. നമുക്ക് ഏതാണോ ക്ലിക്ക് ചെയ്യേണ്ട പൊസിഷൻ അവിടെ പോയിട്ട് ആ കേഴ്സർ നിൽക്കും. എന്താണ് നെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ആ കേഴ്സർ നിൽക്കും. അതാണ് കേഴ്സറിൻ്റെ ഒരു ഫംഗ്ഷൻ. The cursor can be moved to any position in the screen to a single character, the beginning of a word, or to computer edit keys, add or delete information based on the cursor position. കേഴ്സർ പൊസിഷൻ അനുസരിച്ച് ഇത്തരം ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. നമ്മുടെ സ്ക്രീനിൽ വേണ്ടിയിട്ട് കേഴ്സർ ഇങ്ങനെ സെലക്ട് ചെയ്യാനും അതേപോലെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ വേർഡോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കേഴ്സറാണ് അവിടെ പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. The display terminal can operate in a single character mode where all characters enter to the screen through the keyboard are transmitted to the computer simultaneously. നമ്മൾ ഡിസ്പ്ലേ ടെർമിനൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണല്ലോ നമ്മൾ കീബോർഡ് വെച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ #stdio.voidmain എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ആദ്യമൊക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇതിങ്ങനെ കാണിക്കുക. എന്നിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് ഡാറ്റ ആയിട്ടാണ് ലാസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിമുൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും മെമ്മറിക്ക്. The edited text is first stored in a local memory inside the terminal. ആദ്യം ഇതൊക്കെ ഒരു ടെർമിനലിൻ്റെ ലോക്കൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. The text is transferred to the computer as a block of data. അപ്പോൾ നമ്മളിതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയായിട്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ആ ബ്ലോക്ക് ഓഫ് ഡാറ്റനെ പിടിച്ചിട്ടാണ് നമ്മൾ മെമ്മറിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോറി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഡിവൈസ് പ്രിൻറ്റേഴ്സാണ്. പ്രിൻറ്റേഴ്സ് പ്രൊവൈഡ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓർ പേപ്പർ ഓഫ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡാറ്റ ഓർ ടെക്സ്റ്റ്. പ്രിൻ്റർ നമ്മൾ എന്ത് ചെയ്യാനാണ്, ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. There are 3 basic types of character printers: daisy wheel, dot matrix and laser printers. ഈ ഡെയ്സി വീൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പേരിലുള്ള പോലെ തന്നെ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടൊരു വീൽ ഉണ്ടായിരിക്കും വിത്ത് ക്യാരക്ടേഴ്സ് പ്ലേസർ അലോങ് ദ സർക്കംഫറൻസ്. അതിൻ്റെ സർക്കംഫറൻസിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വീലാണ് ഡെയ്സി വീൽ. ടു പ്രിൻറ്റ് എ ക്യാരക്ടർ ദ വീൽ റൊട്ടേറ്റ്സ് ടു ദ പ്രോപ്പർ പൊസിഷൻ ആൻഡ് ആൻ എനർജൈസ്ഡ് മാഗ്നറ്റ് ദെൻ പ്രസ്സസ് ദ ലെറ്റർ അഗെയിൻസ്റ്റ് ദ റിബൺ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ റിബണ് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ലെറ്റർ പ്രിൻറ്റ് ചെയ്ത് വരും. അങ്ങനെയാണ് പറയപ്പെടുന്നത് ഡെയ്സി വീൽ. Then dot matrix printer contains a set of dots along the printing mechanism. നമ്മുടെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ പറഞ്ഞാൽ ഇങ്ങനെ ഡോട്ട് ഇട്ടുള്ള പണ്ടൊക്കെ അങ്ങനെ ഒരു പ്രിൻ്റർ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അക്ഷയിലൊക്കെ പോയ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയൊക്കെ അറിയാം. സോ അത്തരം ഡോട്ടുള്ള പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുക. ദെൻ ദ ലാസ്റ്റ് പ്രിൻ്റർ എന്താണ്, നമ്മുടെ ലേസർ പ്രിൻ്റർ. നമ്മുടെ ലേസർ പ്രിൻ്ററാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. യൂസ് എ റൊട്ടേറ്റിംഗ് ഫോട്ടോഗ്രാഫിക് ഡ്രം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രിൻറ്റ് ദ ക്യാരക്ടർ ഇമേജസ്. ദ പാറ്റേൺ ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ഓൺ ദ പേപ്പർ ഇൻ ദ സെയിം മാനർ ആസ് ദ കോപ്പിംഗ് മെഷീൻ. നമ്മൾ ആദ്യം ദൈവമായിട്ട് ഫോട്ടോഗ്രാഫിക് ഡ്രം പോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ക്യാരക്ടർ ഇമേജിനെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഇംപ്രിൻറ്റ് ചെയ്യും. ഇംപ്രിൻറ്റ് ചെയ്യാനാൽ നമ്മളിപ്പോൾ എന്താ പറയുക, അച്ചടിക്കാന്നൊക്കെ പറയില്ല. അപ്പോൾ എന്താ ഫിഗേഴ്സും ഫോട്ടോസൊക്കെ ഈസി ആയിട്ട് അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ആ പാറ്റേണിനെ ഒരു പേപ്പർക്ക് കോപ്പി ചെയ്ത് വെക്കും. അതാണ് ലേസർ പ്രിൻ്റർ. ഇപ്പോൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ലേസർ പ്രിൻ്ററാണ്. നമ്മൾ ഫോട്ടോസും ഇമേജസൊക്കെ യൂസ് ചെയ്യുന്നില്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ടേപ്സ് ആണ്. നമ്മൾ പറഞ്ഞ സ്റ്റോറേജ് ഡിവൈസസ്. The magnetic tapes are used mostly for storing files of data. For example, a company's payroll record. മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുന്നത് ഡാറ്റയും ഫയലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കമ്പനിയിലൊക്കെ ഒരുപാട് റെക്കോർഡ്സൊക്കെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയൊക്കെ അവർക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അത്തരം കേസിലൊക്കെ മാഗ്നറ്റിക് ടേപ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടൊക്കെ മാഗ്നറ്റിക് ടൈപ്പ് ഡിസ്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കുറേ എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് വേണം സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം മാഗ്നറ്റിക് ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാം. Access is sequential and consist of records that can be accessed one after another as the tape moves along the stationary read or write mechanism. ഇത് സീക്വൻഷ്യലി ആണ് നമ്മൾ റെക്കോർഡൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. കാരണം ടാപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് റീഡിങ്ങും റൈറ്റിംഗ് മെക്കാനിസംസും ഒക്കെ പോസിബിൾ ആവും. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ആ ടാപ്പ് ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ CD കണ്ടില്ലേ, DVD ഒക്കെ, അതിങ്ങനെ മൂവ് ചെയ്യുന്നത്, അത് റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ, അതിങ്ങനെ കുറച്ച് മൂവ് ചെയ്യും. അപ്പോൾ അത്ര സ്പേസ് അവർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് മൂവ് ചെയ്യും, അങ്ങനെയാണല്ലോ, മെല്ലെ മൂവ് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റോറിങ്ങും അങ്ങനെ പോസിബിളാണ്, റീഡിങ്ങും അങ്ങനെ പോസിബിളാണ്. It is one of the cheapest and slowest method for storage and has the advantage that tapes can be removed when not in use.
ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മാഗ്നറ്റിക് ടൈപ്പാണ്. അതേപോലെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് വേണ്ടെങ്കിൽ അത് നമുക്ക് ആ ഡിവൈസ് എടുത്തിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാം. Then magnetic disk. It has the high speed rotational surfaces coated with the magnetic material. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിന് ഹൈ സ്പീഡ് റൊട്ടേഷണൽ സർഫസസ് ഉണ്ട്. മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്സസ് ഈസ് അച്ചീവ്ഡ് ബൈ മൂവിങ് റീഡ് ഓർ റൈറ്റ് മെക്കാനിസം ടു ട്രാക്ക് ഇൻ മാഗ്നറ്റൈസ്ഡ് സർഫസ്. ആ മാഗ്നറ്റൈസ്ഡ് സർഫസ് ട്രാക്ക് ചെയ്തിട്ടാണ് നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ പോസിബിൾ ആവുന്നത്. ഡിസ്ക് ആർ യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ ബൾക്ക് സ്റ്റോറേജ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ഡിസ്ക് യൂസ് ചെയ്യുന്നത് ബൾക്ക് പ്രോഗ്രാംസിനും ഡാറ്റനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Other input-output devices encountered in a computer system are digital incremental plotters, optical and magnetic character readers, analog to digital converters and various data acquisition equipment. ഇത്തരം ഡിവൈസസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരാത്തതുകൊണ്ട് നമുക്കത്ര പരിചിതമല്ല. Not all input comes from people and not all output is intended for people. Computers are used to control various processes in real time, such as machine tooling, assembly line procedures, and chemical and industrial processes. നമ്മളുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഒരു ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ മൈൻഡിൽ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, ഒരുപാട് മെഷീൻ ടൂളിങ്ങിന് വേണ്ടിയിട്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. അത് ഓൾറെഡി സിസ്റ്റം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇൻപുട്ട് കൊടുക്കാനോ ഔട്ട്പുട്ട് കിട്ടാനൊന്നും നമുക്കില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യും. അങ്ങനെ അത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടുള്ളൂ. For such applications, a method must be provided for sensing status conditions in the process and sending control signals to the process being controlled. ഇത്തരം ആപ്ലിക്കേഷൻസിന് എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, ഈ പ്രസൻറ്റ് ടൈമിൽ കറൻ്റ്ലി അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അത് എഫിഷ്യൻ്റായിട്ട് എക്സിക്യൂഷൻ നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും സ്ലോ ഡൗൺ ആയിട്ടുണ്ടോ. കാരണം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മെഷീനറീസ് വർക്ക് ചെയ്യുകയായിരിക്കും. അതൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എക്സിക്യൂഷൻസ് നടക്കാൻ. അപ്പോൾ എവിടെയെങ്കിലും സ്ലോ ഡൗൺ ആയി പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മെഷീനറിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡിങ്ങിൽ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ടോ, എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റാറ്റസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള മെത്തേഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും, എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. The input-output organization of a computer is a function of size of computer and devices connected to it. ഇപ്പോൾ ഒരു IO ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സൈസിനെയും അതേപോലെ എത്ര ഡിവൈസസ് അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് നമുക്കറിയാം, ഏത് കാര്യം അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണ്. The difference between a small and large system is mostly dependent on the amount of hardware the computer has available for communicating with peripherals units and the number of peripherals connected to the system. ആ സിസ്റ്റമായിട്ട് എത്ര പെരിഫറൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ എമൗണ്ട് ഓഫ് ഹാർഡ്വെയർ എങ്ങനെയാണ്, അതേപോലെ സ്മോൾ സിസ്റ്റമാണോ ലാർജ് സിസ്റ്റമാണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പെർഫോമൻസ് കിടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ തന്നെ ചില സിസ്റ്റംസ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് കുറയും, റേറ്റ് കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടും എന്ന് പറയുന്ന പോലെ അതിൻ്റെ സൈസിനെയും അതേപോലെ നമ്പർ ഓഫ് ഡിവൈസസ്, ഇപ്പോൾ ഒരുപാട് ഡിവൈസസ്, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ ഒരുപാട് ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസിന് അത്രയും ഡിപ്പെൻഡൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെരിഫറൽ ഡിവൈസസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, ഇൻ്റർഫേസ് ഉണ്ട്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ആക്ച്വലി പെരിഫറൽ ഡിവൈസസ് വേണമെങ്കിൽ 2 ദിവസത്തെ ക്ലാസ് ആക്കിയിട്ടൊക്കെ എടുക്കേണ്ടതായിരുന്നു. ഞാനിങ്ങനെ എടുത്തത് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് കണ്ടൻറ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. വേണമെങ്കിൽ ഇനിയും കൺസീസ് ആക്കേണ്ടവർക്ക് ചുരുക്കാട്ടോ, കുഴപ്പമില്ല. സോ ഓക്കെ, താങ്ക് യു.